ഇന്ന് റിലീസായ മലയാള സിനിമയാണ് പറന്ന് 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 ചെല്ലാൻ. കോവിഡിന് ശേഷം ഒരു 2021, 22, 23 ഈ 3 വർഷത്തോളം മലയാള സിനിമ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമാണ് സിനിമകൾക്ക് ടൈറ്റിൽ ഇടാൻ കിട്ടാതെ മോശം ടൈറ്റിൽ ഇൻ ദ സെൻസ് ഒട്ടും ക്യാച്ച് ഇല്ലാത്ത ഈ ഒരു ടൈറ്റിൽ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് കാണാൻ തോന്നാത്ത തരത്തിലുള്ള ടൈറ്റിലുകളൊക്കെ ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം കൊണ്ട് അതും മാറി. പിന്നെ പെട്ടിയിലിരിക്കുന്ന അല്ലെങ്കിൽ മറ്റേ ഭയങ്കര ചെറിയ സെറ്റപ്പിൽ ചെയ്ത ആർക്കോ വേണ്ടി ചെയ്ത സിനിമകൾ ഇറങ്ങുന്നതും കഴിഞ്ഞ വർഷം കൊണ്ട് നിന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഭയങ്കര അടിപൊളി വർഷമായിരുന്നു മലയാള സിനിമയ്ക്ക്. അപ്പം അതിൽ ആ ടൈറ്റിലിൻ്റെ കാര്യം, അതാണ് ഈ സിനിമ ഈ പറഞ്ഞു ചെല്ലാൻ എന്നുള്ള ടൈറ്റിൽ ഒട്ടും അട്രാക്റ്റീവ് അല്ല. എൻ്റെ സംവിധായകൻ ജിഷ്ണു ഹരീന്ദ്ര, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ നോമാൻസ് ലാൻഡ് ഞാൻ കണ്ടതാണ്. അത് കോവിഡ് ടൈമിൽ ആമസോണിൽ ഇറങ്ങിയ സിനിമയാണ്. അതെനിക്ക് അന്ന് അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കണ്ടതാണ്. പക്ഷേ എനിക്ക് തീരെ വർക്കായില്ല. പെയ്ഡ് റെസ്പോൺസ് പോലെയാണ് തോന്നിയത്. ഷോർട്ട് ഫിലിമിൽ താഴെ നിലവാരമുള്ളൊരു മേക്കിംഗ് പോലൊക്കെയാണ് തോന്നിയത്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത് തന്നെ നിലവാരമില്ലാത്തൊരു ഷോർട്ട് ഫിലിം. അതാണ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമ പോലെ തന്നെ ഇതിലും ഒരുപാട് പെയ്ഡ് റെസ്പോൺസ്, അത്യുഗ്രം ക്ലൈമാക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരേ കാര്യം തന്നെയാണ് എല്ലാവർക്കും ഒറ്റ അഭിപ്രായം, അത്യുഗ്രം ക്ലൈമാക്സ്. അപ്പോഴേ അറിയാമല്ലോ അത് പെയ്ഡ് ഇതാണെന്ന്. വാക്കുകൾ വരെ സെയിം എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് എനിക്കൊന്നും തോന്നിയില്ല. ഇതിലെ ക്ലൈമാക്സ് നല്ല ഒരു ഭാഗത്ത് പോലും ഒന്നും തോന്നിയില്ല. ഫസ്റ്റ് സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് ലെവൽ മനസ്സിലാവും. ഇദ്ദേഹം ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിപ്പിച്ചിരിക്കുന്ന രീതിയൊക്കെ ഒരു പ്രായമായ അപ്പച്ചനെ അമ്മച്ചി ഒരു ഷോട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരെന്തിനാണ് ആ ഷോട്ടിലെന്ന് അവർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അവരുടെ മുഖത്ത് ക്യാമറ വെച്ച് കുളവാക്കിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഷോട്ട്. പിന്നെ അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇൻട്രോ ഷോട്ട്, പുള്ളി ഒരു വൈഡ് വെച്ചിട്ട് പുള്ളി ഇങ്ങനെ നടന്നു വന്നിട്ട് ചുമ്മാ എന്തൊക്കെയോ ഇവർ പറയുന്നു, സ്ക്രിപ്റ്റിലില്ലാത്ത ഇവർ തന്നെ ഉണ്ടാക്കുന്നതെന്ന് ഇവരെ പറിച്ച് കേട്ടാൽ അറിയാം. തപ്പി അപ്പുറത്ത് നിന്ന് അഭിനയിക്കാൻ അറിയാത്ത രണ്ടുപേര് അതിന് സിദ്ധാർത്ഥ് ഭരതന് ഇത് കൊടുക്കുന്നു. അത്ര കിടിലൻ ആക്ടറാണ് സിദ്ധാർത്ഥ് ഭരതൻ. സൂക്ഷ്മദർശനിലും പ്രമേയത്തിലും ഒക്കെ ബാക്കി എല്ലാവരേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് സിദ്ധാർത്ഥ് ഭരതനെയാണ്. അദ്ദേഹം ഇതിൽ വന്ന് പൊട്ടം കളിക്കുന്ന കണ്ടപ്പോൾ വിഷമം വന്നു. ഉണ്ണിലാലുമാണ് ഇതിലെ നായകൻ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു സിനിമയാണെന്ന് പോലും നമുക്ക് പറയാൻ പരിപാടിയില്ല. ഇതിൽ ഫസ്റ്റ് സീനിലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ സീന്, പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു അമ്മച്ചി അപ്പച്ചനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സീൻ, സിദ്ധാർത്ഥ് ഭരതൻ്റെ സീൻ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തന്നെ നമുക്ക് പടത്തിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. അൺസഹിക്കബിൾ ആയിരുന്നു. അതായത് ഇപ്പം ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കളിയാക്കി ചിരിച്ച് കാണാൻ. ഇപ്പോൾ ബെസ്റ്റിയുടെ റിവ്യൂ ഞാൻ കഴിഞ്ഞ ചെയ്തു, അല്ല അൻപോട് കൺമണി, അതിലൊക്കെ നമുക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് പോയാൽ നമുക്ക് ചിരിച്ച് പടത്തെ കളിയാക്കി കാണാൻ പറ്റും. ഇത് അങ്ങനെയില്ല. ഒരു ചത്ത സിനിമ, ഒന്നിനും കൊള്ളാത്ത, നമുക്ക് കളിയാക്കാനും ഇല്ല എന്നാൽ നല്ലതെന്ന് പറയാനും ഇല്ല, അങ്ങനത്തെ ഒരു ജീവനില്ലാത്ത സിനിമയാണ് പറന്ന് ചെല്ലാൻ. വിജയരാഘവൻ സാറൊക്കെ ഉണ്ട്, അദ്ദേഹത്തെ പോലുള്ള ഒരു ഇതിൽ വന്ന് ഇങ്ങനത്തെ ഒരു സിനിമയിലൊന്നും അദ്ദേഹം അർഹിക്കുന്നില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 1 out of 5 ആണ്. ഡ്യൂറേഷൻ കൊള്ളായിരുന്നു, 2 മണിക്കൂർ തീർത്തതിന് താങ്ക്സ്. ഞാൻ പറയാൻ പറഞ്ഞു, ഇതിൽ യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നൊരു പയ്യനുണ്ട്, അയ്യാം കാതലിൻ്റെ അടുത്തൊക്കെ നസലിൻ്റെ ഫ്രണ്ടായിട്ടുള്ള. അവൻ എന്തൊരു വെറുപ്പീരാണ്. അവൻ എപ്പോൾ സ്ക്രീനിൽ വരുന്ന അപ്പോൾ വെറുപ്പീരാണ്. നമ്മൾ ചില സിനിമയിൽ ഈ പൃഥ്വിരാജിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഡബിലിടുന്ന സാധനങ്ങളാണ് ഇവൻ മൊത്തം ഡബിൽ ഓരോ ചവറ് ഇട്ടിട്ട് മൊത്തത്തിൽ ഇവൻ വരുന്ന സീനെല്ലാം ഇവൻ അങ്ങനെ കുളവാക്കി വെച്ചിട്ടുണ്ട്.